ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറച്ച് നാളുടെ ഗ്യാപ്പിന് ശേഷം കേട്ടോ ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും ബാക്ക് ടു ട്രാക്കിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഓൾറെഡി അവിടെ ചെടി പ്രാന്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം പിന്നെ ഈ പ്രാവശ്യം ചെന്നപ്പം കുറച്ച് വെറൈറ്റി ചെടികളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതെന്തായാലും നിങ്ങളെ കൂടെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചൊക്കെ ചെടികൾ നമ്മുടെ വീട്ടിലുള്ള ചെടികളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അറിയാലോ, നമ്മളുടെ വീട്ടിലില്ലാത്ത, നമ്മുടെ കയ്യിലില്ലാത്ത ചെടികൾ നമ്മൾ എവിടെ കണ്ടാലും അതെങ്ങനെയെങ്കിലും ഒന്ന് ഇസ്കിക്കൊണ്ട് വരാൻ നോക്കും. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് ചെടികളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇവിടെ ഫ്ലവറിങ്ങിനേക്കാളും കൂടുതലുള്ളത് ഈ ലീഫി ടൈപ്പ് പ്ലാന്റ്സ് ആട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ, നമ്മുടെ അഗ്ലോണിമയുടെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. പലതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ചെടിയൊക്കെ കണ്ടില്ലേ, പല ടൈപ്പിലാണ് ഉള്ളത്. കുറച്ച് നാൾ കണ്ടിന്യൂസ്ലി മഴയായതുകൊണ്ട് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ചൊക്കെ ചെടികൾ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. കൂടുതലും നശിച്ചത് ഈ 10 മണിയാണ്. കാരണം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് മാറ്റി വെക്കാനായിട്ടൊരു ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം നമുക്കത് അങ്ങനെ തന്നെ വെക്കുക നിവർത്തിയുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ അത് റീപോർട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പം ചെടികളെല്ലാം നല്ല പോലെ തഴച്ച് നിൽക്കുന്ന കണ്ടപ്പം ഭയങ്കര ഒരു കൊതി, വീണ്ടും നമ്മുടെ ചെടികൾ അതുപോലെ ഒന്ന് വളർത്തിയെടുക്കാൻ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസമൊക്കെ വെയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്ക് ടു ട്രാക്കിലേക്ക് വരണം. അപ്പം പിന്നെ ഞാൻ ഇവിടുന്നും കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് വളർത്തിയെടുത്ത് സെറ്റപ്പാക്കി ഒന്ന് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പണ്ടൊട്ടേ ഇവിടെ കൂടുതൽ ലീഫി ടൈപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അഗ്ലോണിമ ആണെങ്കിലും അല്ലാതുള്ള ഒരുപാട് ചെടികൾ നിൽപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ പേരുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പം നമുക്കും പേര് പഠിക്കാമല്ലോ. പിന്നെ അലോവേര നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഒരിടയ്ക്കുണ്ടല്ലോ, ഈ യൂഫോബിയ എന്ന് പറയുന്നൊരു പ്ലാന്റ് ഇല്ലേ, ആ ചെടി ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഏത് വീട്ടിൽ ചെന്നാലും യൂഫോബിയയുടെ പല വെറൈറ്റീസ് കാണുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും അത് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു, പല ടൈപ്പിൽ പല സൈസിലുള്ള യൂഫോബിയാസ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അത് പിന്നെ നമ്മൾ വീട്ടിൽ വെക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയൊക്കെ കേട്ടറിഞ്ഞിട്ട് പിന്നെ ആ പ്ലാന്റ് അങ്ങ് വെട്ടിക്കളയായിരുന്നു. ഇപ്പോൾ വീണ്ടും പലയിടത്തായിട്ട് അത് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് നാരങ്ങയുണ്ട് കേട്ടോ. വലിയൊരു നാരകം നിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു കന്നാസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിലും നാരങ്ങ ഉണ്ടായി നിപ്പുണ്ടായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് നാരങ്ങയും കൂടെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം അതിങ്ങനെ ഒരുപാട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ പെറ്റൂണിയ നിങ്ങൾ ആദ്യം കണ്ടല്ലോ അല്ലേ, അത് 2-3 പോട്ടിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു വയലറ്റ് പെറ്റൂണിയ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഇടത്ത് അന്വേഷിച്ച് നോക്കിയായിരുന്നു, കിട്ടിയില്ലായിരുന്നു. അവസാനം ഇപ്പം കിട്ടിക്കഴിഞ്ഞപ്പം നോക്കുന്നിടത്തെല്ലാം ഈ വയലറ്റ് പെറ്റൂണിയാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള പെറ്റൂണിയ മഴയൊക്കെ കഴിഞ്ഞൊന്ന് എനർജിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയും പഴയതുപോലെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മളൊരു ബോട്ടിൽ ഇതുപോലെ നമ്മൾ വരുന്ന വേസ്റ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കുമെന്ന് ആ ഒരു സെറ്റപ്പ് ഞാൻ ഇവിടെ വന്നപ്പോഴും കണ്ടു. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു ചെടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നിൽക്കുന്ന കാണാൻ അത് അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാനത് വെട്ടിക്കളയുമായിരുന്നു. പക്ഷേ കസിൻ്റെ വീട്ടിൽ ചെന്നപ്പം അത് കാണാൻ എന്തോ ഒരു ഭംഗി, ഒന്നുകൂടെ സെറ്റപ്പാക്കി എടുക്കണം എന്നൊരു തോന്നൽ. പിന്നെ ഈ കാണുന്ന ചെടി ഉണ്ടല്ലോ, ഇത് ചെടിയല്ല, ഇതൊരു എന്തായിരുന്നു, ചെറിയ ആപ്പിൾ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഇച്ചിരി പുളിയുള്ളൊരു ചെറിയ ഫ്രൂട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ വട്ടം ചെന്നപ്പം കഴിക്കാൻ കിട്ടിയായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം അതെല്ലാം വെട്ടിക്കളഞ്ഞു. പിന്നെ മുമ്പേ കാണിച്ച ആ ചെടി ഉണ്ടല്ലോ, അത് ഹാൻഡിൽ വിത്ത് കെയറാണ്. കാരണം ഞാൻ ഒരു ഭംഗിക്ക് ചെന്ന് കണ്ടുപിടിച്ചപ്പോൾ അതിൽ മുള്ളുണ്ടായിരുന്നു. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരു ചെടി തന്നെ പല ചട്ടികളിലായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വെച്ചിരിക്കുന്ന കാണാൻ കുറച്ച് ഭംഗിയുണ്ടല്ലേ. ഒരു ചട്ടിയിൽ ഒരു പ്ലാന്റായിട്ട് വെക്കുന്നതിനേക്കാളും അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ഭംഗി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതെന്തായാലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, ഒരു 2-3 ചട്ടികളിലായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കൂടുതലായിട്ടും ഈ ലീഫി പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ചെടികളാണ് കേട്ടോ. ഈ കാണുന്നത്, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ചെടികളിൽ ഒന്നാണ് ഈ കോളാമ്പിപ്പൂ എന്ന് പറയുന്നത്. ഒരിടയ്ക്ക് ഇതൊന്നും എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ എന്താ പലയിടത്തായിട്ട് കണ്ടു വരുന്നുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഉണ്ടല്ലോ, പണ്ട് കുഞ്ഞിലെ ഇങ്ങനെ കാടുകളിലൊക്കെ നിൽക്കുമായിരുന്നല്ലോ ഈ ചെടി,
അപ്പോൾ ഇതിൻ്റെ മൊട്ടെടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് നഖം പോലൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. ആ ഒരു ഫീൽ എനിക്ക്, ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ എനിക്ക് ആ ചെടി കണ്ടപ്പോൾ കിട്ടി കേട്ടോ. പിന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നു. ആദ്യം മുമ്പേ ഒരു ചെടി കാണിച്ചില്ലേ, അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുപോലെ കുറച്ച് കിഴങ്ങ് പോലൊക്കെ ഇങ്ങനെ വരുന്ന ഏതൊക്കെയോ വെറൈറ്റി ചെടീസുണ്ട്. പിന്നെ വിങ്കാ റോസ് ഉണ്ട്. വിങ്കാ റോസിൻ്റെ ഈ കളറൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. പിന്നെ കളറില്ലാത്ത 2-3 ചെടികളും നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ ഒന്നാണ് കേട്ടോ അതാണ്ട് ഇത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് ശരിക്കും കഴിക്കാൻ പറ്റുമെന്നാണ്. പിന്നെയാണ് അറിഞ്ഞത് ഇത് എഡിബിൾ അല്ല എന്ന്. ഇത് ആക്ച്വലി നമ്മൾ ശരിക്കും പൈനാപ്പിൾ കഴിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ലീഫാണെങ്കിലും അതിൻ്റെ ഫ്രൂട്ടാണെങ്കിലും എല്ലാം അതേപോലെ തന്നെയുണ്ട്. പക്ഷേ ഇത് കുഞ്ഞ് ചെറിയ ഒരു പൈനാപ്പിൾ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ ഒരുപാടുണ്ടാകുമെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇല വന്നിട്ടാണെങ്കിലും നമ്മുടെ നോർമലിനേക്കാളും കുറച്ചുകൂടെ തിന്നായിട്ടുള്ളതാണ്. പിന്നെ ശംഖുപുഷ്പം ദാ ഇതുപോലൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കുറേ ഞാൻ കാണാത്ത ചെടികളും വെറൈറ്റി സാധനങ്ങളും ഒക്കെ നിൽപ്പുണ്ട്. അതിലെല്ലാത്തിനും ഞാൻ ഓരോന്നായിട്ട് ഇസ്കിക്കൊണ്ട് വന്നിട്ടുമുണ്ട്. പിന്നെ പെൻഡാസിൻ്റെ 2-3 കളേഴ്സൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ ഓർക്കിഡ് പിന്നെ നമ്മളുടെ കയ്യിലുള്ളതൊക്കെ തന്നെ ആയതുകൊണ്ട് ഞാൻ വലുതായിട്ട് ആ സൈഡിലേക്കങ്ങ് പോയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ടു ഗാർഡന്. ക്യാറ്റ്സ് ക്ലോ അതൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗാർഡന്. അപ്പം ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളെയും കൂടെ ചെടികൾ കാണിക്കാമല്ലോ. അപ്പോൾ വെറൈറ്റി ചെടികൾ കാണുമ്പോൾ പലർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അറിയാമെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.